ശ്രീജിത്ത്, സുഗമമായി മുന്നോട്ട് പോകുമോ? തുടക്കത്തിൽ തന്നെ കല്ലുകടി. ഇപ്പോൾ മന്ത്രിമാരെ ചോദിക്കുകയാണ് പരസ്പരം ഏതാ വകുപ്പ്. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ സമയമായിട്ടും സാധാരണ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് പ്രസ് റിലീസ് ഇറങ്ങുന്നത്. ഇന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വീടിക്ക്? കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അതെ വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാവുക, ഇത്രയും ഭൂരിപക്ഷം കിട്ടുമ്പോൾ സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഭരണമാറ്റം ആഗ്രഹിച്ച ജനങ്ങളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിൽ നിന്ന് കോൺഗ്രസിനെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 1-2 ഘടകങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ സർക്കാരിന്റെ ഓരോ കാര്യത്തിനെയും, പ്രത്യേകിച്ച് വി ഡി സതീശന്റെ ഓരോ കാര്യത്തിനെയും വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്തതിനു ശേഷം വിമർശിക്കപ്പെടേണ്ടതും അല്ലാത്തതുമായ കാര്യങ്ങളെ പ്രൊജക്ട് ചെയ്ത ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ശ്രമിക്കാനുള്ള ഒരു സാധ്യതയെ അദ്ദേഹം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. 2, സ്വാഭാവികമായിട്ട് CPM-ൽ നിന്നും ഇത്തവണ 3 അംഗങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്ന് കൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് സഭയിലുള്ളപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന വെല്ലുവിളിയുണ്ട്. പ്രത്യേകിച്ച് BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പല വിഷയങ്ങളുമൊക്കെ ഇതിനു മുമ്പ് യോജിച്ച പ്രമേയം കൊണ്ട് പാസ്സാക്കാമായിരുന്നു. ഇപ്പോഴും പാസ്സാക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് യോജിപ്പോടുകൂടി ആവില്ല എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗം പറയുന്നതിന്, അഭിപ്രായം പറയുന്നതിന് വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള 2-3 പേര് ആ ഭാഗത്തുമുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധിയാണ്. വലിയൊരു പ്രതിസന്ധിയായിട്ട് ഒരു പക്ഷേ അവരതിനെ കരുതുന്നുണ്ടാവില്ല. പക്ഷേ സഭാ TV ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എയർ ടൈം അവർക്കും കിട്ടും. അപ്പോൾ അവരുടെ അഭിപ്രായം എന്താണോ അത് സഭാരേഖകളിൽ തന്നെ വരും, അത് പിന്നീട് ഉദ്ധരിക്കപ്പെടും. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥ തന്നെയാണ്. ഇത്തവണ സത്യത്തിൽ ഇന്ദിരാ ഗ്യാരണ്ടിയും ഉമ്മൻചാണ്ടി ഗ്യാരണ്ടിയും ഒന്നും ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചില്ലായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് അധികാരത്തിൽ വന്നേനെ. പക്ഷെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് പൂർണ്ണമായിട്ട് റൈഡർ കണ്ടീഷൻസ് ഇല്ലാതെ നടപ്പാക്കാനായിട്ട് കഴിയുമോ എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ മെയ് 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നൊരു പ്രഖ്യാപനം പറഞ്ഞിരുന്നു. അപ്പൊ അതിന് ഫണ്ട് വേണം. അപ്പൊ അത് ജൂൺ 15 എന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ദീർഘദൂര ബസ്സുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര തവണ യാത്ര ചെയ്യാമെന്ന രീതിയിലത്തേക്ക് നിജപ്പെടുത്തിയാൽ ഒക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കുറേയധികം വിമർശനങ്ങൾ ഉണ്ടാകും. കാരണം ഇത് പറയുന്ന സമയത്ത് ബ്ലാങ്കറ്റായിട്ട് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് സിറ്റി സർവീസ് ആയിരിക്കുമെന്നോ, അതിൽ ഫാസ്റ്റ് ഇല്ല എന്നോ, സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാവില്ല എന്നോ, ലൈറ്റനിങ് ഉണ്ടാവില്ല എന്നോ, അങ്ങനെയുള്ള റൈഡർ കണ്ടീഷൻസ് ഇല്ല. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ശ്രീ രജൻ തന്നെ ഓർക്കുന്നുണ്ടാകും, പ്രചരണ ഘട്ടത്തിൽ CPM ഏറ്റവും കൂടുതൽ ഈ VD സതീശനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഉപയോഗിച്ച വാക്ക് തന്നെ നുണേശൻ എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു റൈഡർ കണ്ടീഷനോട് കൂടി പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നോക്കൂ, വോട്ട് കിട്ടുന്നതിന് വേണ്ടി, സ്ത്രീകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നിലേക്ക് വെച്ചു. അത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെ KSRTC ബസ്സുകളിൽ കയറി അതിന്റെ ബ്രോഷറുകൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് അവർക്ക് ഈ മോഹന വാഗ്ദാനം കൊടുത്തു. എന്നിട്ട് അന്ന് പറയാത്ത ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ സാമ്പത്തിക ബാധ്യതയുള്ള നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. 25 ലക്ഷം രൂപയുടെ ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കുന്ന ഇൻഷുറൻസ് എന്ന് പറയുന്നത് നടപ്പാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 3000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത്, ആശാ വർക്കർമാരോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസ്, കോളേജ് കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് 1000 രൂപ, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള 5 ലക്ഷം രൂപ, ഇതൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് സർപ്ലസ് ഉള്ള ഒരു സംസ്ഥാനമല്ല, മറിച്ച് ഡെഫിസിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വീണ്ടും അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. കടം വാങ്ങിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു വർഷം ഓടിച്ചു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. തനത് വരുമാന മാർഗങ്ങളൊന്നും തന്നെ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തുന്നില്ല. ആൾക്കാരെ ഇനിയും ടാക്സ് ചെയ്യാനായിട്ട് സാധ്യമല്ല. 6 മാസമെങ്കിലും സർക്കാർ ഓടിക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള പൈസ കടമെടുത്തിട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ പബ്ലിക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ പേരിൽ വിലയിരുത്തി കഴിഞ്ഞാൽ പെർഫോമൻസ് എങ്ങനെയാകും എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ഇപ്പോ തന്നെ പറയുന്ന ചില യാർഡ് സ്റ്റിക്കുകൾ കറക്റ്റ് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുന്നുണ്ട്, KSRTC ലോക്കൽ ട്രാവൽ മാത്രമാണ് ഫ്രീ ആക്കുന്നതെങ്കിൽ 30 കോടിയുടെ ബാധ്യത ഒരു മാസം ഉണ്ടാകും. അതിൽ ഫാസ്റ്റ് പാസഞ്ചറിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് 60 കോടിയാകും, സൂപ്പർ ഫാസ്റ്റ് വന്നാൽ 90 കോടിയാകും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊരു മറ്റൊരു എലമെന്റ് കൂടിയുണ്ട്. അതായത് നിലവിൽ ഒരുപക്ഷെ 2 വീലർ ഉപയോഗിക്കുന്ന, 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു സൗജന്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് ആൾക്കാർ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന 90 കോടിയൊന്നും ആയിരിക്കണമെന്നില്ല ആക്ച്വൽ വരുന്ന സാമ്പത്തിക ബാധ്യത. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ശ്രമകരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനിടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന ഒരു സഖ്യകക്ഷിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമല്ല. പിന്നെ ശ്രീ രജൻ പറഞ്ഞ ഒരു കാര്യത്തിനെ ഒന്ന് തിരുത്താം. ശ്രീ KM ഷാജിയുടെ ആ വിവാദമായിട്ടുള്ള പ്രസംഗം ഉണ്ടായത് 2021 എന്നാണ് എൻ്റെ ഓർമ്മ. കോഴിക്കോട് വെച്ചിട്ട്
2021 ആ സമയത്ത് വഖഫും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. അതൊന്നും ആയിരുന്നില്ല അതിന്റെ കോണ്ടെക്സ്റ്റ്. മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഈ അടുത്തിടെ ഒരു മാധ്യമ സ്ഥാപനത്തിന് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് മതമല്ല പ്രശ്നം എന്ന് പറയുന്നതാണ് തട്ടിപ്പ്, മതമാണ് പ്രശ്നം എന്ന് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അതിൽ നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുകയാണ്. ഇപ്പൊ BJP-യുടെ ഇന്ത്യയിലെ ഏതെങ്കിലും BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് BJP-യുടെ ഒരു മന്ത്രിയായിരുന്നു അത് പറഞ്ഞിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ BJP-യുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഏതെങ്കിലും ഒരു റൈറ്റ് വിംഗ് പാർട്ടിയുടെ ഒരാളായിരുന്നു ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ എങ്ങനെയായിരിക്കും അത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുക എന്നതിനെ കുറിച്ച് മാത്രം ഓർത്താൽ മതി. ഒരു BJP-യുടെ MLA അല്ലെങ്കിൽ BJP-യുടെ മന്ത്രി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മതമാണ് പ്രശ്നം എന്ന് പറയുകയും ആ മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാവുകയും ഹിന്ദുത്വ എന്നുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലാവുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഇതേപോലെ സാമാന്യവൽക്കരിക്കുമോ, അതിന് അന്നില്ലാത്ത ചില കോണ്ടെക്സ്റ്റുകൾ കൊണ്ടുവന്നതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമോ എന്നുള്ള കാര്യം നോക്കിയാൽ മതി. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, PK ബഷീറിന്റെ ഒരു പ്രസംഗം ഇപ്പോ ഇതേപോലെ തന്നെ വൈറലായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രസംഗം ഓടി നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് ചിലപ്പോ ഒക്കെ ഇവരൊക്കെ ഇരുത്തം വന്നിട്ടുള്ള ആൾക്കാരായി മാറിയിട്ടുണ്ടാകാം, പക്ഷെ വളരെ പ്രകോപനപരമായിട്ടുള്ള പല പ്രസംഗങ്ങളും ഇവരൊക്കെ തന്നെ മുമ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ മതം ഒരു എലമെന്റ് ആയിരുന്നു, മതം ഇതിലൊരു വിഷയം തന്നെയാണ് എന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, എന്തായാലും എത്രയും പെട്ടെന്ന് മന്ത്രിമാർക്ക് വകുപ്പുകൾ അനുവദിച്ച് കിട്ടുമെന്ന് തന്നെ പ്രത്യാശിക്കുന്നു.